ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വിശേഷങ്ങൾ തന്നെ കേട്ടോ കാര്യമായിട്ട്. അപ്പോൾ ഇന്നെന്തായാലും ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമല്ലേ അല്ലേ? അപ്പോൾ സ്വാതന്ത്ര്യദിനത്തെ പ്രമാണിച്ച് ടീച്ചർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മക്കളുടെ ടീച്ചർ. അപ്പം ഇന്നലെ വന്നിട്ട് അവർക്ക് സ്കൂൾക്ക് ഇന്ന് പോകുമ്പോൾ സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ വന്നിട്ട്. അപ്പോൾ ഇന്നലെ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ എന്തായാലും മക്കളെ കൊണ്ട് സ്കൂൾക്ക് വരുമുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോണം വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇന്ന് ഇരുന്നിരുന്നത്. പക്ഷെ ഇന്നലെ രാത്രി ആയപ്പോൾ സിനുവിന് പനി വന്നു കേട്ടോ. വലിയ രീതിയിലുള്ള പനിയൊന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ പനി കേട്ടോ. അപ്പോൾ പനി ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനൊരു പേടി കേട്ടോ. കാരണം ഇനിയിപ്പോൾ ചെറുതായിട്ട് മഴയെ ചീത്താലേക്ക് അങ്ങനെയൊക്കെ മഴ ആകുമ്പോൾ മഴ നേരിട്ട് കൊള്ളണമെന്നില്ലല്ലോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പം ഇനി അങ്ങനെ വല്ല പ്രശ്നങ്ങളും വരുമോ എന്ന് എത്തിയിട്ട് പിന്നെ ഞങ്ങൾ കൊണ്ടുപോകാതെ ഇരിക്കുന്നു കേട്ടോ. അപ്പം രാവിലെ ടീച്ചർ വിളിച്ചിട്ടുണ്ട്. രാവിലെ എന്താ ചെയ്യണേ, കുട്ടികളെ കൊണ്ടുവരുന്നുണ്ടോ ചോദിച്ചിട്ടു. കുട്ടികളെ കൊണ്ടുവരുന്നുണ്ടോ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു ഇങ്ങനെ സിനുവിന് പനിക്കുകയാണ്, അപ്പോൾ എന്താ ചെയ്യണം, കൊണ്ടുവരണോ അതോ നിർബന്ധമുണ്ടോ, എന്താ ചെയ്യണ്ടോ ചോദിച്ചു ഞാൻ. അപ്പോൾ ടീച്ചറും പറഞ്ഞത് പനിയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരാതിരിക്കണതാണ് നല്ലത്. കാരണം ഇനിയിപ്പോൾ ഈ മഴയുടെ ബുദ്ധിമുട്ടിപ്പോൾ നേരിട്ട് കൊള്ളാതെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കൊണ്ടുവരാതിരിക്കണേ നല്ലത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു സിനു പോണില്ലെങ്കിലും സാനുവിനെ സ്കൂൾക്ക് വിടാൻ വിചാരിച്ചിട്ടു. അപ്പോൾ അവൻ പറഞ്ഞു സിനു പോണില്ലെങ്കിൽ ഞാനും പോണില്ല എന്ന് പറഞ്ഞു. അപ്പം അവർക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. ഈ ഇരട്ട കുട്ടികളാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഒരാൾ പോകുന്നുണ്ടെങ്കിലേ മറ്റാളും പോകുള്ളൂ, ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളെ മറ്റാളും ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ സാനുകുട്ടി പറഞ്ഞു എന്നാൽ ഞാനും പോണില്ല, സിനു ഇല്ലല്ലോ അപ്പം ഞാനും പോണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്തായാലും ഒന്നും പറഞ്ഞയക്കണില്ല എന്ന് വിചാരിച്ചു. അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്നത്തെ സ്വാതന്ത്ര്യദിനം മക്കളുടെ ആഘോഷമൊക്കെ ഇല്ലാതായിരിക്കും. നല്ല വിഷമം ഉണ്ട് ആലോചിക്കുമ്പോൾ. കാരണം അവർക്കിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലല്ലേ ഉള്ളൂ ഇപ്പം നമുക്ക് അവരെ സന്തോഷിപ്പിക്കാനും ഇതൊക്കെ പറ്റുള്ളൂ. അപ്പം ഇന്നെന്തായാലും പോകാൻ പറ്റില്ല എന്നുള്ളത് ചുരുക്കം പറഞ്ഞു വരുന്നത്. അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഓണപരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അന്ന് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കട്ടെ, മക്കളായിട്ട് പോകാൻ പറ്റട്ടെ എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മക്കൾക്ക് സ്വാതന്ത്ര്യദിനത്തിന് ടീച്ചർ കൊണ്ടുവന്ന് കൊടുത്ത പതാക കേട്ടോ. അത് കാണിച്ചു തരാണ് കേട്ടോ ഞങ്ങളുടെ കൊടി. അപ്പോൾ ഞങ്ങൾ പ്രാവശ്യത്തെ സ്വാതന്ത്ര്യദിനം ഇങ്ങനെയൊക്കെ പോട്ടില്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ഇതിലൊക്കെ റാഹത്താവാൻ പറ്റട്ടെ. അപ്പോൾ ഞങ്ങളെ കൊടി എങ്ങനെയുണ്ട്? കൊടിയൊക്കെ ഇപ്പം തന്നെ ഒരുവിധം പരിക്ക് വന്നു കേട്ടോ. അവർക്കൊന്നും കയ്യിൽ നിൽക്കൂല, പെട്ടെന്ന് കേട് വരുത്തും എല്ലാ സാധനം. കുട്ടിക്ക് ആരാ കൊടി വാങ്ങിച്ചു തന്നേ? ടീച്ചർ. സാനുവിനോ? ടീച്ചർ എന്താ പറഞ്ഞു? എന്നിട്ട് ഇന്ന് സ്കൂൾക്ക് വരാൻ പറഞ്ഞില്ലേ? എന്നിട്ട് എന്താ പോവായിരുന്നു നിങ്ങള്? നമുക്ക് പനിയായി, പനിയും ചങ്കുവേദനയും. അപ്പൊ ഇവനിക്ക് പനിയായപ്പോ ഇവനും പോണില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ രണ്ടാളും പോയില്ല കേട്ടോ. എന്താട്ടോ പാത്തു ഇവിടെ ഉണ്ടോ? അപ്പോൾ മക്കൾ കൊടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. മോളാണെങ്കിലോ കാക്കുമാരെ കൊടി മേടിച്ചാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. അവൾക്കതെന്തോ അത്ഭുതം തോന്നിക്കുന്നു. അവൾ കുറേ നേരമായി മേടിക്കാൻ ചെല്ലുന്നു. കാക്കുകളാണെങ്കിൽ തീരെ കൊടുക്കൂല്ല കേട്ടോ. അവളെ പിടിച്ച് വാങ്ങാൻ ചെല്ലാണ്. കാക്കുമാരാണെങ്കിൽ കൊടുക്കൂല്ല. എന്നാൽ പിന്നെയും കൊടുക്കും സിനു കേട്ടോ. സിനു എല്ലാം കൊടുക്കും. അവനക്ക് ഭയങ്കര കാര്യം കേട്ടോ അവളെ. മറ്റവൻ കുറച്ചുകൂടി കുറുമ്പനാണ്. അവന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ തന്നെ കൊടുക്കാൻ കുറച്ച് മടിയാട്ടോ. സിനുക്കുട്ടിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, അവനെല്ലാം കൊടുക്കും കേട്ടോ.
മോള് കൊടിമക്കന്നെ കേട്ടോ നോക്കണേ, എങ്ങനെയപ്പോൾ അതൊന്ന് കയ്യിലാക്കാം എന്ന ചിന്തയിലാട്ടോ മോള്. എപ്പോഴാണ് അവിടെ വെക്കാന്നേ നോക്കട്ടുള്ളൂ അവൾ എടുത്തും കൊണ്ട് കയ്യിലാക്കാൻ. ഇപ്പം അങ്ങനെ കേട്ടോ അവരുടെ കാര്യങ്ങൾ അത്രയൊക്കെ തീരുമാനമായിട്ടോ. പൊടിയൊക്കെ വടി വേറെ തുണി വേറെ അങ്ങനെയൊക്കെ ആയിട്ടോ. ഞങ്ങളെ കാന്താരി അങ്ങനെ ആക്കിയതാട്ടോ. എത്ര പെട്ടെന്നാണെന്നറിയോ കൊടി ശീല വേറെയും വടി വേറെ ആക്കിയിട്ട് അവർ വേറെ വേറെ ആക്കി തന്നു കേട്ടോ. എന്ത് സാധനം കിട്ടിയാലും അങ്ങനെയാണ്, ഒരു ദിവസം കാണും, ചിലപ്പോൾ ഒരു ദിവസവും ഇങ്ങനെ നേരെ കാണാൻ പറ്റൂല. കുറച്ച് സമയം കാണും, അപ്പത്തിന് അതിൻ്റെ പഞ്ചറാക്കിയിട്ടുണ്ടാവും. അങ്ങനെ കേട്ടോ അവർ എന്ത് കിട്ടിയാലും കുറേ സമയമൊന്നും കാണൂല, പെട്ടെന്ന് കേട് വരുത്തും. അങ്ങനെ കേട്ടോ കുറച്ച് സമയമൊക്കെ ഭയങ്കര ശ്രദ്ധയായിരുന്നു കേട്ടോ, കേട് വരുത്താതെ എടുത്ത് വെക്കുകയായിരുന്നു, എല്ലായിടത്തും എടുത്ത് വെച്ചും കൊണ്ട് നടക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത് വെക്കലൊക്കെ മാറി, പിന്നെ കേട് വരുത്താൻ തുടങ്ങി. അപ്പോൾ അതാ വടിയും കൈ പിടിച്ചിരിക്കും. അങ്ങനെ തന്നെ അവരുടെ വികൃതി, പെട്ടെന്ന് എല്ലാം കേട് വരുത്തും. അങ്ങനെയൊക്കെ കേട്ടോ. ഞാൻ കുറച്ച് അപ്പൊ ഞങ്ങളെ കൊടിയുടെ എത്തി മക്കളെ. കൊടി എന്തായി സാധനം? കൊടി കിടന്നു. ആര് കേടിരുത്തിയേ? സാധനം കിട്ടിയേ ജിയ മോളല്ലേ? ജിയ മോളെ ഞങ്ങളെ കൊടി ചെല കേടിയെത്തി അല്ലേ? ആന്ന് ഞങ്ങൾക്ക് അടി തരട്ടെ? അടി തരട്ടെ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു ദിവസം നല്ല രസകരമായ വീഡിയോ ആയിട്ട് ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും.